warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa ashabihi ajma'in. Amma ba'd. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അനുസ്മരണകൾ അയവിറക്കുന്ന രാത്രിയിൽ മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ സാന്നിധ്യത്തിൽ തൽവിഷയികമായി ലളിതമായി പരാമർശങ്ങൾ നടത്തുവാനും മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ ദുആ ചെയ്യുവാനും ഒരുക്കിയിട്ടുള്ള ഈ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഇസ്രാഉം മിഅ്റാജും. പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു റജബ് മാസത്തിൽ 27 രാത്രിയിൽ പരിശുദ്ധമായ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് വിശിഷ്ടമായ ഒരു സഞ്ചാരം നടത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനാണ് സാങ്കേതികമായി ഇസ്രാ എന്ന് പറയുന്നത്. ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും അല്ലാഹുവുമായുള്ള തിരുദർശനത്തിന് ആകാശമണ്ഡലങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രത്യേകമായ ഒരു സന്നിധാനത്തിലേക്ക് നടത്തിയ യാത്രയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ രണ്ട് യാത്രകളുടെയും ചരിത്രപരമായ പശ്ചാത്തലവും ആനുകാലികമായ വായനയും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലളിതമായി സമർപ്പിക്കുക മാത്രമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഈ സംഭവം അവതരിപ്പിക്കാൻ തുടങ്ങുന്നത് തന്നെ അതേ വിഷയത്തിൽ നാമകരണം ചെയ്യപ്പെട്ട അധ്യായത്തിൽ ആദ്യത്തിൽ തന്നെ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലദീ അസ്റാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാപ്രയാണം നടത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മഹത്വമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിനു നൽകിയ സംവിധാനങ്ങളിൽ അതിവിശിഷ്ടമായും അത്ഭുതപരമായും അനുസ്മരിക്കപ്പെടേണ്ട ഒരു സംഭവത്തിന്റെ ആമുഖമാണ് സുബ്ഹാനല്ലദീ എന്ന പ്രയോഗം ആവഹിക്കുന്നത്. അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ലോകവിശ്വാസികളുടെ ആരാധനയുടെ ലക്ഷ്യകേന്ദ്രമായ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സവിധത്തിൽ നിന്നും ഇലൽ മസ്ജിദിൽ അഖ്സാ, മഹാത്മ്യത്തിൽ അങ്ങേയറ്റമുള്ള പള്ളിയെന്നും മസ്ജിദുൽ അഖ്സാ എന്ന് നാമകരണം ചെയ്യപ്പെട്ട മഹത്തായ പള്ളിയുടെ സന്നിധാനത്തിലേക്ക് യാത്ര നടത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്ര മഹത്വമുള്ളവനാണ്. ആ പള്ളിയിലേക്ക് എന്തിനാണ് യാത്ര നടത്തിച്ചത്? മറ്റേതെങ്കിലും ഒരു പള്ളിയിലേക്കാകാമായിരുന്നില്ലേ? ഭാവിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള പിൽക്കാലത്തെ പ്രബോധനത്തിന്റെ പുതിയ മേഖലകളുമായി കടന്നു വന്ന വിപ്ലവത്തിന്റെ മദീനയിലേക്കാകാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ബാറക്നാ ഹൗലഹു, ചുറ്റുവട്ടങ്ങളും അനുഗ്രഹീതമായി അലങ്കരിക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്കാണ് നാം അവിടുന്ന് യാത്ര ചെയ്യിപ്പിച്ചത്. എന്തിനാണ് ഇങ്ങനെ വിശിഷ്ടമായ ഒരു സഞ്ചാരം നടത്തിച്ചത് എന്ന ചോദ്യത്തിന് മറുപടിയാണ് ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നേർക്കുനേർ അനുഭവിപ്പിക്കുവാനുള്ള വിശിഷ്ടമായ യാത്ര ചുറ്റുവട്ടങ്ങൾ അലങ്കരിക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിച്ച് നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മഹത്വമുള്ളവനാണ്. ഇതാണ് ഇസ്രായിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഏറ്റവും മഹത്വം സ്പഷ്ടമായ സൂക്തം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ യാത്രയെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ പരാമർശിക്കുന്നു. അവിടെ നടന്ന സംഭവങ്ങളെ ഇമാമുകൾ മുഴുവനും നിവേദനം ചെയ്യുന്നു. ഈ ഒരു സംഭവത്തെ മാത്രം പരാമർശിച്ചുകൊണ്ട് 600-ൽ പരം മഹത്തുക്കൾ സ്വതന്ത്രമായ രചനകൾ നടത്തിയിട്ടുണ്ട്. ഇബ്നു കസീറും ഇമാമുന സുയൂത്തിയും റഹ്മഹുമുല്ലാ തുടങ്ങിയുള്ള മഹത്തുക്കളെല്ലാം ഇതിൽ വിശാലമായ സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ വിശ്വപ്രസിദ്ധ പണ്ഡിതന്മാരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയുടെ ഘടന മുഹദ്ദിസുകൾ പറഞ്ഞതിന്റെ ലളിതമായ ഒരു രൂപം ഇങ്ങനെയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് മസ്ജിദുൽ ഹറാമിൽ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വസതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നു. അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു, നബിയെ, വളരെ പ്രത്യേകതയുള്ള ഒരു ഒഫീഷ്യൽ സഞ്ചാരം എന്നുണ്ട്. ഒഫീഷ്യൽ സഞ്ചാരമാകുമ്പോൾ അതിന് ഔദ്യോഗികമായ വാഹനം വേണം. അതും കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ. വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ ഫയ്യാളതൻ കഫാഹു ജാഅ കരീമാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അതിവിശിഷ്ടരായ മാലാഖമാരുടെ നേതാവ് വന്ന് വിശിഷ്ടമായ ഒരു യാത്രയുടെ ഔദ്യോഗികമായ ക്ഷണം നടത്തുമ്പോൾ ഫൗഖൽ മുറാഖി മുസറജൻ തസ്നീമാ, ബുറാഖ് എന്ന വാഹനം നബിയെ അവിടത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആലോചിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ വായിക്കുവാനുള്ള വലിയ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. എന്താണ്? എല്ലാ കഷ്ടപ്പാടുകളിലും ക്ലിഷ്ടതകളിലും വിഷമങ്ങളിലും കൂടെയുണ്ടായിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടാതെ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങുന്നത്. അതെന്തുകൊണ്ട്? ഈ കൊണ്ടുവന്ന വാഹനം
ആനുകാലിക വായനയുടെ മുമ്പിൽ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടേണ്ടത്? ഇവിടെയാണ് മഹത്തുക്കൾ പറയുന്നത്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അയാൾ പരിപൂർണത കൈവരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 3 തലങ്ങളെ അയാൾ അംഗീകരിക്കണം. അത് വിശാലമായ ഒരു പ്രഭാഷണമായി തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ജനങ്ങളുമായി ഇടപെടുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന അവിടുത്തെ മാനുഷികമായ വ്യക്തിത്വം. രണ്ടാമത്തേത്, മലക്കുകളുമായി കാണുകയും സന്ധിക്കുകയും സംഭാഷണം നടത്തുകയും അവരെപ്പോലെ സഞ്ചരിക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന മലക്കൂത്തിയായ ഒരു വ്യക്തിത്വം, മാലാഖാപരമായ സ്വഭാവം. മൂന്നാമത്തേത്, അള്ളാഹുവുമായി സ്വകാര്യം കൈകാര്യം ചെയ്യുന്ന റബ്ബാനിയായ വ്യക്തിത്വം. അവിടെ ഒരാളും കൂടെയില്ല. എല്ലാ യാത്രകളിലും കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇസ്രാഇന്റെ യാത്രയിൽ കൂടാൻ മലക്കൂത്തിയായ ശാരീരിക ഘടനയില്ലാത്തത് കൊണ്ട് കഴിഞ്ഞില്ല. പ്രത്യേകമായ ഒരു പോയിന്റിലെത്തിയപ്പോൾ പിന്നീട് അവിടെ നിന്നുകൂടി കൂടെ സഞ്ചരിക്കുവാൻ മാത്രമുള്ള റബ്ബാനിയായ പേഴ്സണാലിറ്റി ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു പോയിന്റിൽ മാറുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്ന പോയിന്റ് എവിടെയാണ്? ഫദനൗത ഔ അദ്നാ വനിൽത അമീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നീട് താഴോട്ട് അടുത്ത ദറജയിലുള്ളത്, മഹത്വത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ഒരു സൃഷ്ടിയുമില്ല. അള്ളാഹു എന്ന ഉലൂഹിയത്തിന്റെ പദവിയിലുള്ള ഏകനായ സർവാധിനാഥനായ അള്ളാഹു അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ആരുമില്ല. അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ പദവി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള പദവി വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിൽ ശിഖാഖി. തർക്കം ആവശ്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പദവിയാണ്. ഗഹനമായ പരാമർശങ്ങൾ അർഹിക്കുന്നു, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വപരമായ മഹത്വത്തിന്റെ രണ്ടാമത്തെ ഘടകമാകുന്ന മലക്കൂത്തിയായ വ്യക്തിപ്രഭാവത്തിന്റെ പ്രകാശനമാണ് ഈ രാത്രിയിൽ നടക്കുന്നത്, ഇസ്രാഇന്റെ രാത്രിയിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചിട്ട് പറയുന്നു, നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. കൊണ്ടുവന്നിട്ടുള്ള വാഹനം ഏതാണ്? ജിബ്രീൽ. ബുറാഖ്. ബർഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം. അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള, അംബിയാഉകൾ പലരും സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് പലരും പരാമർശിച്ച ബുറാഖ് എന്ന് പറയുന്ന വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസത്തിലേറെ വഴിദൂരമുള്ള മക്കയിലെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ ചാരത്ത് നിന്ന് വിശുദ്ധമായ ഫിലസ്തീനിലെ അവിടുന്ന് ആദരണീയമായ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലേക്ക് സഞ്ചരിക്കുകയാണ്. ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നടത്തുന്ന ഇന്റർനാഷണൽ സർവീസുകളിൽ നിയറസ്റ്റ് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരത്ത് നിന്നും പോകുന്ന ഏറ്റവും അടുത്ത അന്താരാഷ്ട്ര സർവീസ് ശ്രീലങ്കയിലെ ഭണ്ഡാരനായിക് എയർപോർട്ടിലേക്കുള്ള ശ്രീലങ്കൻ എയർലൈൻസിന്റെ സർവീസാണ്. എത്ര മിനിറ്റ് സഞ്ചരിക്കണം? 25 മിനിറ്റ് സഞ്ചരിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ഉയരുന്ന ലങ്കൻ എയർലൈൻസ് അവിടുന്ന് ശ്രീലങ്കയിലെ ഭണ്ഡാരനായിക് എയർപോർട്ടിലെത്തുന്നു. ഈ അന്താരാഷ്ട്ര ലളിതമായ സഞ്ചാരത്തിന് ആ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന വേഗത എത്രയാണ്? അതുപോലെ സാധാരണഗതിയിൽ നമ്മുടെ ഫ്ലൈറ്റുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത എത്രയാണ്? 700 മുതൽ 900 വരെ കിലോമീറ്റർ സ്പീഡിലാണ്. അത്തരമൊരു വാഹനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ എത്രയോ മണിക്കൂറുകൾ വേണ്ട ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വരുമായിരുന്ന ദൂരത്തേക്ക് സഞ്ചരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വന്ന സമയം എത്രയാണ്?
ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയുടെ നിവേദനം കാണാം. അവിടുന്ന് എഴുന്നേറ്റ് പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നു കിടക്കുമ്പോഴേക്ക് ആദ്യം കിടന്നിരുന്നതിന്റെ ചൂട് പോലും മാറിയിട്ടില്ല. അതിന്റെ ഇടയിലാണ് ഇത്തരമൊരു ഇന്റർനാഷണൽ സർവീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നത്. രണ്ടാമതായി ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തെ പരാമർശിച്ചുകൊണ്ടുള്ള മുഴുവൻ ഹദീസുകളും പറയുന്നത് അത് നമ്മുടെ കാറ് പോലെ, ഫ്ലൈറ്റ് പോലെ, വാൻ പോലെ ഉള്ളിലിരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനമല്ല. ബൈക്ക് പോലെ, ഒട്ടകം പോലെ, കുതിര പോലെ പുറത്തിരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനമാണ്. ഇത്തരമൊരു വാഹനത്തിൽ സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഒരു മനുഷ്യന് ഓപ്പൺ എയറിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ബൈക്ക് യാത്രക്കാരന് ഹെൽമറ്റ് ഉപയോഗിക്കാതെ ഓപ്പൺ എയറിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും? ഇതേ വിഷയം പരാമർശിച്ചുകൊണ്ട് മെനിങ്ങാന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾക്ക് ഉള്ള ക്ലാസ്സിൽ അവരോട് ഞാൻ ചോദിച്ചു, അല്ല, എത്ര കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും? അതിലൊരു വിദ്യാർത്ഥി പറഞ്ഞു 150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ഞാൻ അവരോട് പറഞ്ഞു 200 കിലോമീറ്റർ വേഗത ആയിക്കൊള്ളട്ടെ. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1000-ലേറെ കിലോമീറ്റർ വേഗതയിൽ അവിടുന്ന് സഞ്ചരിക്കണമെങ്കിൽ എന്തു വേണം? ഇന്നു ചില ആളുകൾ വാദിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ ഒരു മനുഷ്യന്റെ സഞ്ചാര വേഗത ഈ ഓപ്പൺ എയറിൽ 200 കിലോമീറ്ററിലേറെ സഞ്ചരിക്കാൻ അയാൾക്ക് കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയല്ല, എന്നെയും നിങ്ങളെയും പോലെ 19 മൂലകങ്ങൾ ഉൾക്കൊള്ളുന്ന, അതിൽ 60% ഓക്സിജനുള്ള, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ മിനിറ്റുകൾ വേണ്ടി വരുന്ന ഒരു കേവല മനുഷ്യന് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് യാതൊരു കേടുപാടുമില്ലാതെ തുറന്ന വായുവിൽ 1000-ലേറെ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപൂർണമായും അസാധാരണമായ വ്യക്തിപ്രഭാവവും ശാരീരിക ഘടനയും ഉള്ളയാളാണ് എന്നതിന്റെ പ്രകടമായ പ്രഖ്യാപനമാണ് ഇസ്രാ നടത്തുന്നത്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദീ അസ്റാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച മങ്കൂസ് മൗലിദിന്റെ തുടക്കം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയ്യുൽ ഹുദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു യാത്രയെക്കുറിച്ച് മാത്രം പറയാൻ ഖുർആൻ സുബ്ഹാനല്ലദീ പ്രയോഗിച്ചെങ്കിൽ 10,000 വട്ടം സുബ്ഹാനല്ലദീ പ്രയോഗിക്കണം മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ. കാരണം അവിടുത്തെ വിലാദത്താണ് പരാമർശിക്കുന്നത്. ഇപ്പൊ മങ്കൂസ് മൗലിദിന്റെ വിഷയമല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ശാസ്ത്രീയ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു, നൂറുൻ അലാ നൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിച്ചത്തിനുമേൽ വെളിച്ചമാണ്, പ്രകാശത്തിനുമേൽ പ്രകാശമാണ്. അപ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാര വേഗത 3 × 10⁸ ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുവാൻ പ്രകാശത്തിന് വേഗതയുണ്ട്. ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് 3 ലക്ഷത്തിൽ ചില്ലറ കിലോമീറ്ററാണ് വേഗതയുള്ളത്. ഈ 3 ലക്ഷത്തിൽ ചില്ലറ കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്ന് പ്രകാശത്തിന് പോകാൻ വേണ്ട സമയം 1.7 സെക്കൻഡുകളാണ്. ഇത്രയും സമയം കൊണ്ട് ഭൂമിയിൽ നിന്ന് പ്രകാശം ചന്ദ്രനിലേക്ക് എത്തുന്നു. ആ പ്രകാശത്തിനുമേൽ പ്രകാശമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനിലേക്കല്ല, ഇനി അവിടുന്നതാ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താൻ മിനിറ്റുകൾ വേണ്ടി വന്നില്ല, സെക്കൻഡുകൾ വേണ്ടി വന്നില്ല, മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് എത്തുന്നു. അസ്റാ ബി അബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ.
അല്ലദീ ബാറക്നാ ഹൗലഹു, എന്തിനാണ് ആ പള്ളിയെ തന്നെ തെരഞ്ഞെടുത്തത്? അതിന്റെ ചുറ്റുവട്ടത്തിലും അനുഗ്രഹങ്ങളുണ്ട്. ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, അവിടെ അംബിയാഇന്റെ ഖബറുകളുള്ള ഖബർസ്ഥാൻ ഉൾക്കൊള്ളുന്ന പറമ്പിലാണ് പള്ളി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് പ്രയാണം നടത്താനുള്ള കാരണം. ഒരു വിശിഷ്ടമായ വിഷയത്തിന് മുമ്പ് ആദരണീയരുടെ ഖബറിടത്തിൽ പോയി സന്ദർശനം നടത്തി അനുഗ്രഹമെടുക്കുക എന്ന പാരമ്പര്യത്തെ മുസ്ലിം സമുദായത്തിന് പഠിപ്പിക്കുവാനുള്ള ഒരു മഹത്തായ പാഠമാണ് മിഅ്റാജ് എന്ന മഹത്വമുള്ള യാത്രയ്ക്ക് മുമ്പ് ഇസ്റാ എന്ന സിയാറത്ത് ടൂർ നടത്തുന്നത്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. അവിടെ ആരുടെ ഖബറാണുള്ളത്? ചില നിവേദനങ്ങൾ കാണാം, ബൈത്തുൽ അഖ്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നബിയെ, ഈ ഇറങ്ങി നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് തങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല, എന്നാൽ പറഞ്ഞു തരാം. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം വിശ്രമിച്ചിരുന്ന സ്ഥലമാണ്. ആ വിശ്രമിച്ചിരുന്ന സ്ഥലത്താണ് നിങ്ങൾ നിസ്കരിച്ചിട്ടുള്ളത്. പിന്നീട് ബൈത്തുലഹം എന്നറിയപ്പെടുന്ന ബത്ലഹേം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മസ്ഥലത്തേക്ക് പോയി സന്ദർശനം നടത്തി. എന്നിട്ടാണ് അവിടെ നിന്നും പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയത് എന്ന് ചില നിവേദനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും അവിടേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്ന രംഗം ഞാൻ കണ്ടു. അവിടുന്ന് ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. അങ്ങനെ ഉണ്ടാകാമോ? അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല, ഔലിയായിനു കൂടി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാമെന്ന വിഷയത്തിൽ മാത്രം അബ്ദുൽ ഗനിയു നാബുൽസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബുണ്ട്, അഹ്വാലുൽ ഖുബൂർ എന്ന കിതാബ്. അതിൽ പറയുന്നത് കാണാം, ഒരു മഹാനായ പണ്ഡിതൻ ഖബർ കുഴിക്കാൻ വേണ്ടി ഒരു ഖബർസ്ഥാനിൽ ഇറങ്ങിയപ്പോഴോ തൊട്ടടുത്തുള്ള ഖബറിന്റെ ഒരു ഇഷ്ടിക ഇങ്ങ് വീണുപോയി. അപ്പോൾ ഒരാളിരുന്ന് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ് ഖബറിൽ. അയാളുടെ കയ്യിലുള്ള മുസ്ഹഫ്, സ്വർണത്തിന്റെ ചട്ടകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മുസ്ഹഫുമായി ഒരാൾ ഖബറിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു. അയാളോട് ചോദിക്കുന്നു, ഈ ഖബറാളി ഖബർ ഒഴിക്കുന്ന പണ്ഡിതനോട് ചോദിക്കുന്നു, അഖാമത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളായോ? ഉടനെ പറഞ്ഞു, ഖിയാമത്ത് നാളൊന്നും ആയിട്ടില്ല, എന്നാ ആ കട്ട എടുത്ത് അവിടെ വെച്ചേക്ക്, ഞാൻ ഖുർആൻ ഓതിക്കോട്ടെ എന്ന് പറഞ്ഞ് ഖബറാളി ഇരുന്ന രംഗം. ഇതുപോലെ സമാനമായ ഒരുപാട് രംഗങ്ങൾ ആ കിതാബിൽ തന്നെ അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ അംബിയാഉ, അംബിയാക്കന്മാരെ മുഴുവനും അഹ്യാ, അവരവരുടെ ഖബറുകളിൽ ജീവിക്കുകയാണ്. യുസല്ലൂൻ, അവര് നിസ്കരിക്കുന്നു. ഖബറുകളിൽ ആരാധന അവസ്ഥയിൽ അമ്പിയാക്കന്മാര് ജീവിക്കുന്നുണ്ടെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു, ആരെയാണ്? റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് എക്സ്റേ സ്വഭാവമുള്ള യന്ത്രത്തെക്കാളും വലിയ സൂക്ഷ്മമായി കാണാൻ പറ്റുന്ന കണ്ണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതുകൊണ്ട് പോസ്റ്റ് മോഡേൺ സയൻസിനെ മുഴുവനും വെല്ലുവിളിക്കുകയാണ്. BSNLന്റെ കേബിളിൽ ഒരു വീട്ടിലേക്കുള്ള കേബിൾ കംപ്ലൈന്റ് ആയാൽ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന മറ്റൊരു കേബിൾ അഡോപ്റ്റ് ചെയ്തു കൊടുക്കാൻ ഒരു എക്സ്റേ യന്ത്രവും ഒരു റിമോട്ട് കൺട്രോളറുമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ മുഴുവനും പണ്ടേ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ അവസ്ഥയെന്ന് പറയുന്നു. സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. പിന്നെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു. മൂലകങ്ങളെക്കുറിച്ച് ഫിസിക്സിൽ പഠിച്ച കുട്ടികളോട് അറ്റ്മോസ്ഫിയർ സയൻസും ഒരു സാധാരണ ബോഡിയുടെ ഈക്വലൈസേഷനും തമ്മിലുള്ള പഠനം അനിവാര്യമാണ്. സാധാരണ ശരീരം ഒരു അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ഈക്വലൈസേഷൻ സ്പീഡ് എത്രയാണ്? നമ്മുടെ ഉള്ളിലുള്ള മഗ്നീഷ്യവും കാർബണും ഇതുപോലെയുള്ള ഓരോ മൂലകങ്ങളുടെയും അവസ്ഥ എന്താണ്? അതെല്ലാം വിശദീകരണം അറിയിക്കുന്ന സമയത്തിന്റെ പരിമിതി ഉൾക്കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അത് മുഴുവനും മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് അത് രണ്ടും തമ്മിൽ യോജിക്കുന്നത്? മണ്ണിലുള്ള 19 മൂലകങ്ങളും മനുഷ്യന്റെ ബോഡിയിലുമുണ്ട്. മണ്ണിലെ 60% ഓക്സിജനാണ്, മനുഷ്യന്റെ ബോഡിയിലെയും 60% ഓക്സിജനാണ്. അതുകൊണ്ട് മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന ആയത്തിന്റെ പ്രയോഗം അവിടെയാണ് വ്യാഖ്യാന പരതകളെ ഉൾക്കൊള്ളുന്നതെന്ന് മഹാന്മാര് പറയുന്നു. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ അഖ്സയിലേക്ക് ചെല്ലുമ്പോ അവിടെ സന്നിഹിതരായ മഹാന്മാരായ അമ്പിയാക്കന്മാരുണ്ട്. അമ്പിയാക്കന്മാര് മുഴുവനും യൂണിയനാണ്. അമ്പിയാക്കന്മാർക്ക് സംഘടനയുണ്ട്, അമ്പിയാക്കന്മാർക്ക് സമ്മേളനമുണ്ട്, അമ്പിയാക്കന്മാർക്ക് ലീഡറുണ്ട്. ആ ലീഡറോട് പ്രത്യേകമായ അംഗീകാരങ്ങളുണ്ട്. അതെല്ലാം പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് മസ്ജിദുൽ അഖ്സയിൽ നടക്കുന്നു. എല്ലാ അമ്പിയാക്കന്മാരെയും ഒരുമിച്ച് കൂട്ടി അവരുടെ സുപ്രീം ലീഡറായ വഅഫ്ളലുൽ ഖൽഖി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിക്കുന്നു. അവിടെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടുന്ന് കൊടുക്കുന്നത് എന്താണ്? 2 പാനീയങ്ങൾ കൊണ്ടുവരുന്നു. ഒന്നവിടുന്ന് കള്ളിന്റെ പാത്രമാണ്, രണ്ടോ അവിടുന്ന് പാൽ പാനീയം ഉൾക്കൊള്ളുന്ന പാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലൊക്കെ വീട് ഉദ്ഘാടനത്തിന്റെ അന്ന് പാല് കാച്ചൽ നടത്തുന്നത്. അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പാരമ്പര്യപരമായി കടന്നു വന്ന അനാചാരങ്ങളാണെന്നും അതുകൊണ്ട് വിമർശിക്കപ്പെടേണ്ടതാണെന്നും എന്നുമുള്ള അഭിനവവാദികൾ ഒരിക്കൽ തിരുവനന്തപുരം ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളെ ഖണ്ഡിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞു, അതൊക്കെ ആരോ കൊണ്ടുവന്ന അനാചാരങ്ങൾ, അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തിന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോ പാല് കാച്ചാൻ സമ്മതിച്ചില്ല, ഉണക്കമീൻ ചുട്ടിട്ടാണ് ഞാൻ എന്റെ വീട് ഉദ്ഘാടനം നടത്തിയത്. പ്രസംഗം എന്റെ വണ്ടിയിലുണ്ട്. അപ്പോ ഇതുപോലെ വെല്ലുവിളിക്കാനൊന്നുമില്ല. ഈ പാലെന്ന പാനീയത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വന്നാൽ സ്വീകരിക്കാൻ അയാൾക്ക് കൊടുക്കാൻ സുന്നത്തുള്ള പാനീയമാണ് പാല്. മാത്രമല്ല എല്ലാ ഭാഷയിലും പാനീയത്തിന് പുറമെ ഭക്ഷണമെന്ന പ്രയോഗം കൂടി പാലിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഇത്രയും വിശിഷ്ടമായ ഒരു പാനീയം, ഈ പ്രയോഗം തന്നെ നമ്മുടെ സമീപത്ത് മരണപ്പെട്ടുപോയ അൽ ഫറായിദ് നിഘണ്ടു എഴുതിയ പണ്ഡിതൻ ഒരു സ്ഥലത്ത് ഈ പാലിന്റെ പ്രയോഗത്തെക്കുറിച്ചുള്ള പരാമർശം മറ്റൊരു ഗ്രന്ഥത്തിൽ നടത്തുന്നുണ്ട്. അൽ മുഫ്രദാത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തോ ഒരു രചന കൂടി അദ്ദേഹത്തിനുണ്ട്. ഹക്കിം ബീബി കുഞ്ഞാമു മൗലവി അറബിയിലെ ഇതിന്റെ പ്രയോഗങ്ങൾ പറയുന്നിടത്ത് കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് പാനീയമായി കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നു. ഇനിയാണ് ഔദ്യോഗികമായ ഒരു സന്ദർശനത്തിന്റെ തുടക്കമാണ്. ഇസ്രാ എന്ന് പറയുന്ന പ്രാഥമിക സന്ദർശനം കഴിഞ്ഞു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഇനി ദൂരം കൂടുതലുള്ള യാത്രയാണ് നബിയേ, ഇനി വാഹനം പറ്റൂല. ഇതുവരെയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ അവിടുന്ന് ദൂരം കുറഞ്ഞ യാത്രയായിരുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ദൂരം കൂടുതലുള്ള യാത്രയാണ്. അതുകൊണ്ട് മലക്കിന്റെ കൂടെ സഞ്ചരിച്ചാ പോരാ, പ്രകാശത്താൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ കൂടെയാണ് ഇതുവരെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ വന്നത്. ഇനി മലക്കിന്റെ കൂടെ സഞ്ചരിച്ചാ പോരാ, മലക്കിനെ പോലെ സഞ്ചരിക്കണം നബിയേ.
കാരണം എന്താണ്? മലക്കിന്റെ വേഗത എത്രയാണ്? ഒരു മലക്കിന് ഈ ലോകം മുഴുവനും തവാഫ് ചെയ്യാൻ ഒരു സെക്കൻഡ് വേണ്ട. അതുകൊണ്ടാണ് അസ്രായീൽ അലൈഹിസ്സലാമിനെ ഒന്നാക്കി അള്ള വെച്ചത്. അല്ലെങ്കിൽ സുനാമി വരുമ്പോ അസ്രായീൽ അലൈഹിസ്സലാം കുടുങ്ങിപ്പോവും. എല്ലാവരുടെയും കൂടെ റൂഹ് പിടിക്കണമല്ലോ. ഖിയാമത്ത് നാളാകുമ്പോ വല്ലാതെ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് എല്ലാവരുടെയും റൂഹുകൾ പിടിക്കാൻ, മാനവിക ലോകത്തിന്റെ മുഴുവനും ആത്മാവുകളെ പിടിക്കാൻ, എല്ലാവരെയും കൂടി സഞ്ചരിച്ചെടുക്കാൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സെക്കൻഡ് ഒന്നും വേണ്ട. സാധാരണ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനേക്കാളും മെഗാ പവറുള്ള ബഹുമാനപ്പെട്ട പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മാലാഖമാർക്ക് ലോകം മുഴുവനൊന്ന് സഞ്ചരിക്കുവാൻ ഒരു നാനോ സെക്കൻഡ് പോലും വേണ്ട. മൈക്രോ സെക്കൻഡിന്റെ വീണ്ടും 1000 അംശം പോലും വേണ്ട. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഇനിയുള്ള യാത്രയുടെ ദൂരം കൂടുതലാണ് നബിയേ. അതുകൊണ്ട് തങ്ങൾ അവിടുന്ന് മേൽപോട്ടുള്ള യാത്രയിൽ ഇനി വാഹനം ഇല്ല. ഇത് ജാഇല കുല്ലി സമാഇ തസഫുഫ റസുലും വഅംലാകുൻ വറാഅൽ മുസ്തഫ കുല്ലു യുറഹിബു അല്ലാഹികം വബസീമ صلوا عليه وسلموا تسليما لتركبن طبقا عن طبق. ഓരോ മണ്ഡലങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു കാൽ കീഴിലാക്കുന്നു. ആകാശത്തിന്റെ ഓരോ സ്ഫിയറുകളെയും മണ്ഡലങ്ങളെയും അവിടുന്ന് യാത്ര ചെയ്യുന്നു. ഓരോ മണ്ഡലങ്ങളും അവിടുന്ന് സഞ്ചരിച്ചു പോകുമ്പോൾ ഓരോ അമ്പിയാക്കന്മാരുണ്ട്. അത് ഇമാം ബുഖാരി തങ്ങൾ വിശദീകരിക്കുന്നു. ഒന്നാമത്തെ ആകാശത്തിലേക്ക് ചെല്ലുന്നു. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ആധിപത്യത്തിൽ കൺട്രോൾ നടക്കുന്ന ആകാശമാണ്. കാരണം ഇനി ഒന്നുകൂടി വന്നു പോകേണ്ട സ്ഥലമാണല്ലോ ഭൂമി. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ചൊരു റിമോട്ട് അന്വേഷണം അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ നടക്കുന്ന ഒന്നാമത്തെ ആകാശത്തിന്റെ കവാടത്തിലേക്ക് ചെല്ലുമ്പോ മൻ ഹാദാ, ഈ വരുന്നതാരാണ്? അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. വമമ്മക, നിങ്ങളുടെ കൂടെ ആരാണ്? ജിബ്രീൽ. മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അബുഇസ്ത ഇലൈഹി, അവിടുന്ന് ഔദ്യോഗികമായി ക്ഷണിച്ചു കൊണ്ടുവരുന്ന നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന യാത്രയാണോ ജിബ്രീലേ? നഅം, അതെ. മർഹബൻ ലിൽ നബിയ്യി സ്വാലിഹി വൽ അഖി സ്വാലിഹ്, സ്വാഗതം സ്വാഗതം, വരൂ നബിയേ, ഞങ്ങളുടെ നേതാവിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മർഹബ ചൊല്ലി സ്വീകരിക്കുന്നു. രണ്ടാമത്തെ ആകാശത്തേക്ക് ചെല്ലുന്നു. മൂന്നാമത്തെ മണ്ഡലത്തിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഓരോ മണ്ഡലത്തിലും അമ്പിയാക്കന്മാര് വരി വരിയായി നിരനിരയായി നിന്ന് സ്വാഗതമോദി സ്വീകരിക്കുന്നു. കുല്ലു യുറഹിബു അല്ലാഹികം വബസീമാ, എല്ലാവരും സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് സ്വീകരണം കൊടുത്ത് ആദരണീയരായ നേതാവിനെ ആനയിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ഇരിക്കുന്നു. യുന്നാഹു യൽഹഖു വശ്ശിമാല ഇദാ ബശർ യബ്കി വയഹ്യാ വൽ മസീഹ വമൻ ഹളർ. നോക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം ഇരിക്കുന്നു. വലതുഭാഗത്തൊരു സംഘമുണ്ട്. അവരെല്ലാവരെയും കാണാൻ സുവർണമുഖരാണ്, പ്രകാശമുഖന്മാരായ ആളുകളാണ്. ഇടതു സൈഡിൽ ഒരു സംഘമുണ്ട്. അവരെ കാണുമ്പോൾ ഇരുണ്ട മുഖത്തോടുകൂടിയവരാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടയിൽ വലത്തോട്ട് തിരിഞ്ഞ് ചിരിക്കുന്നു, ഇടത്തോട്ട് തിരിഞ്ഞ് ആകുലപ്പെടുന്നു. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, വലതുഭാഗത്തുള്ളത് എന്റെ ഉമ്മത്തീങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ്, അവരെ കാണുമ്പോ സന്തോഷമാണ്. ഇടത് സൈഡിലുള്ളതോ എന്റെ മതത്തിലുള്ള എന്റെ മക്കളിലുള്ള അവിശ്വാസികളാണ്, അവരെ കാണുമ്പോ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകാശത്തിന്റെ മണ്ഡലങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുന്നു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് പ്രകാശത്തിന്റെ വേഗതയേക്കാൾ അധികമുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ മോഡേൺ ഫിസിക്സിനോട് പറയുന്നു, തിരുവനന്തപുരത്തെ ശംഖുമുഖത്തിന്റെ മേലിൽ നാവികസേനയുടെ കസർത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. അവരോടും പറയുന്നു, നിങ്ങളുടെ ഗവേഷണം പൂർത്തിയായിട്ടില്ല കേട്ടോ, ഗവേഷണം നടത്തിക്കോ. പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ കാലഘട്ടത്തിലാണ്. ഇനിയൊരു നബി വരാനില്ല. അതുകൊണ്ട് ഈ നബിയുടെ കാലത്ത് തന്നെ നിങ്ങൾ പ്രകാശത്തിന്റെ വേഗതയിലുള്ള വിമാനം കണ്ടുപിടിക്കണം കേട്ടോ. കാരണം എല്ലാ അമ്പിയാക്കന്മാരും തുടങ്ങിയ വിപ്ലവങ്ങളുടെ പൂർത്തീകരണം ഇവിടെയാണ് വേണ്ടത്. കാരണം മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലനായ ഒരു പുരുഷന്റെ പിതാവോ കേവലനായ ഒരു പുരുഷന്റെ പുത്രനോ അല്ല. വലാകിർ റസൂലുള്ളാഹി, സമവാക്യങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്ന പ്രവാചകരാണ് കേട്ടോ. ഈ സമം MC² കണ്ടുപിടിച്ച ഐൻസ്റ്റൈൻ ജനിക്കുന്ന സമയത്ത് ശാസ്ത്രജ്ഞനാകുമെന്ന് അറിഞ്ഞിരുന്നില്ല. കണ്ടുപിടിച്ചപ്പോഴാണ് ശാസ്ത്രജ്ഞനാണെന്ന് മനസ്സിലായത്. അതുപോലെ യാദൃച്ഛികമായ സിദ്ധാന്തം കാണിച്ച ഒരു ശാസ്ത്രജ്ഞനല്ല. തലയിൽ ആപ്പിള് വീണപ്പോ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ന്യൂട്ടനെ അന്ന് വരെ ചരിത്രത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ യാദൃച്ഛികമായി കടന്നു വന്നയാളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ ചരിത്രത്തിന് വേണ്ടി വന്നതൊരു ഗവേഷണം നടത്തിയപ്പോഴാണ്. അതുപോലെ വേണ്ടി വന്ന യാദൃച്ഛികനായ ഒരു പുരുഷനല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പിന്നെ ആരാണ്? വലാകിർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദൂതരാണ്. കാലങ്ങൾക്ക് മുമ്പ് പ്രവാചക സംഘങ്ങൾ അഖിലവും മുന്നറിയിപ്പ് നൽകിയ ലോകത്തിന്റെ നേതാവാണ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഖാതമൻ നബിയ്യീൻ, എല്ലാ പ്രവാചകന്മാരും തുടങ്ങിവെച്ച വിപ്ലവങ്ങളുടെ പൂർത്തീകരണം ഇവിടെ നടക്കണം. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിവെച്ച വിപ്ലവം എല്ലാത്തിന്റെയും പ്രൈമറി നോളജാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാ വിഷയത്തിന്റെയും പ്രൈമറി നോളജ് ആദം നബിക്ക് നൽകി. ഇതിന്റെ പേരറിയുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈമറി നോളജാണ്. ഇതിന്റെ പേരറിയുക എന്നത് പ്രൈമറി നോളജാണ്, പ്രാഥമിക വിജ്ഞാനമാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് നോളജ് ആദം നബിക്ക് നൽകിയെന്ന പ്രയോഗത്തിലില്ല. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാത്തിന്റെയും പ്രാഥമിക വിജ്ഞാനം ആദം നബിക്ക് നൽകി. ഡീറ്റെയിൽഡ് നോളജ് ആർക്കാണ് നൽകിയതെന്ന് ഖുർആൻ പറയുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് നോളജ് തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നബിയേ. അപ്പൊ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയ ഒരു വിപ്ലവമുണ്ട്. വഅലന്നാ ലഹുൽ ഹദീദ്, ഇൻഡസ്ട്രിയൽ ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ദാവൂദ് നബി അലൈഹി സ്വലാമാണ്. അതിന്റെ കംപ്ലീഷൻ നടക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ്. കാരണം വഖാതമൻ നബിയ്യീൻ, ബിൽഡിംഗ് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇത് യർഫഉ ഇബ്രാഹിം വ ഇസ്മാഈലുൽ ഖവാഇദ ലിൽ ബൈത്തി എന്ന് പറയുന്ന അവിടുന്ന് ബിൽഡിംഗ് ടെക്നോളജിയുടെ തുടക്കം നടത്തി ഇബ്രാഹിം നബിയുടെ ആ ടെക്നോളജിയുടെ പൂർത്തീകരണം നടക്കേണ്ടത് ഇവിടെയാണ്. വഖാതമൻ നബിയ്യീൻ, അങ്ങനെ എല്ലാ പ്രവാചകന്മാരും തുടങ്ങിവെച്ച വിപ്ലവങ്ങളുടെ പരിസമാപ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു നടക്കണം. അതാണ് വഖാതമൻ നബിയ്യീൻ. ഇൻഷാ അല്ലാഹ് ഇത് മാത്രം ഒരു 10 ദിവസം അവതരിപ്പിക്കപ്പെടേണ്ട വിഷയമാണ്. അതിന്റെ പ്രാഥമിക 1 മണിക്കൂറത്തെ അവതരണം കഴിഞ്ഞ മുട്ടിപ്പടിയിലെ സ്വലാത്തു നഗറിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ CD നിങ്ങൾക്ക് വിപണിയിൽ കിട്ടുമ്പോൾ വാങ്ങണം. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത സമയങ്ങളിൽ എവിടെയെങ്കിലും അവതരിപ്പിക്കപ്പെടും. അതിലേക്ക് തൽക്കാലം ഞാൻ ഇവിടെ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തുന്നു. എല്ലാ അമ്പിയാക്കന്മാരെയും കാണുന്നു. അക്കൂട്ടത്തിൽ അതാ നബിയുണ്ട്. കലീമുല്ലാഹി മൂസാ
അലൈഹിസ്സലാമിനെ കാണുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടങ്ങ് പോയി. അവസാനമോ ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. നബിയേ, ഇനി അങ്ങോട്ട് വരാൻ എനിക്ക് പെർമിഷൻ ഇല്ല. കാരണം എന്താണ്? നല്ല മെഴുകുതിരിയുടെ മുമ്പിലൂടെ ലൈറ്റ് അടിച്ചാൽ ആ ലൈറ്റിന്റെ വെളിച്ചം പാസ് ചെയ്യും. അതേ സമയത്ത് ഈ ഫ്ലഡ് ലൈറ്റിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചാൽ അതിന്റെ വെളിച്ചം പാസ് ചെയ്യില്ല. ഇതിനേക്കാൾ വലിയ പ്രകാശത്തിന് ഇതിന്റെ മുമ്പിലൂടെ പോകാൻ പറ്റൂ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ച നൂറിൽ നിന്നാണ്. അതുകൊണ്ട് നൂറിന്റെ സാഗരം വിട്ടുകടക്കാൻ നൂറ് കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമിന് കഴിയില്ല. അത് വിട്ടുകടക്കണമെങ്കിൽ ഡബിൾ ലൈറ്റ് വേണം. നൂറുൻ അലാ നൂർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാസ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നൂറുൻ അലാ നൂറായ നബിയേ, തങ്ങളെ പാസ് ചെയ്തോ. ഞാൻ വന്നാലും അവിടെ എത്തൂല്ല നബിയേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാപഞ്ചികതയുടെ നിയമത്തിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിയമം പദാർത്ഥത്തിന്റെ നിയമമാണ്. വസ്തുക്കളെ കാണാൻ കണ്ണുവേണ്ട ലോകമാണ്. ശബ്ദങ്ങളെ കേൾക്കാൻ കാതുവേണ്ട ലോകമാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ ലോകമോ മസ്മൂആത്തുകളെയും മർഇയാത്തുകളെയും അഥവാ കാണുന്ന വസ്തുക്കളെയും കേൾക്കുന്ന വസ്തുക്കളെയും അള്ളാഹുവിന്റെ അടുക്കൽ ഇൽമെന്ന വിശേഷണമേ ഉള്ളൂ. അല്ലാഹ് കേൾക്കുന്നവനാണ്, എന്നാൽ കേൾക്കുന്നവനല്ല. അല്ലാഹ് കാണുന്നവനാണ്, എന്നാൽ കാണുന്നവനല്ല. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മുടെ കാതുകൊണ്ട് കേൾക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രാപിക്കുന്നതും ഇന്ദ്രിയങ്ങളോ കാതോ കണ്ണോ ഇല്ലാതെ അള്ളാഹുവിന് ലഭിക്കുന്നവനാണ്. അതുകൊണ്ടാണ് മുതഅല്ലിമീങ്ങളെ വല്ലാഹു സമീഉൻ ബസീർ എന്നതിന്റെ തഫ്സീറിൽ ജലാലൈനിയിൽ പല സ്ഥലത്തും ഐ ആലിമുൻ എന്നാണ് ബസീറിന് തഫ്സീർ കൊടുക്കുന്നത്, ഐ ആലിമുൻ എന്നാണ് സമീഇന് തഫ്സീർ കൊടുക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുഴുവനും ഇൽമ് അവിടുന്ന് സമഉ കൂടാതെ കിട്ടുന്നവനാണ്, ബസർ കൂടാതെ കിട്ടുന്നവനാണ്. അല്ലാഹുവിന് കണ്ണിന്റെ ആവശ്യമില്ല, അല്ലാഹുവിന് കാതിന്റെ ആവശ്യമില്ല. കാരണം കാന വമാ കാന മകാനം വലാ സമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളുടെയും ഉൽപ്പത്തിക്ക് മുൻപുള്ളവനാണ്. അല്ലാഹ് മാത്രമേ ഉള്ളൂ. കുന്തു കൻസൻ മഖ്ഫിയ ഫാറത്തു, ഞാൻ അവിടെ ഫാറത്തുൽ ഖൽഖ ഫഖലഖ്തുൽ ഖൽഖ, ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റൊരാളില്ല. അപ്പോഴല്ലേ എന്നെ അറിയപ്പെടലുണ്ടാവുക. ഞാൻ മാത്രമേ ഒരു ദ്വീപിലുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പേരില്ല, പ്രശസ്തിയില്ല, എന്നെ അറിയാനാളില്ല. അതുപോലെ അല്ലാഹ് പറയുകയാണ് കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റൊരു വസ്തുവുമില്ല, വ്യക്തിയുമില്ല, ശക്തിയുമില്ല. അപ്പൊ ഞാൻ എന്തു വേണം? എന്നെ അറിയണമെങ്കിൽ മറ്റൊരാൾ കൂടി വേണം. ഫഖലഖ്തുൽ ഖൽഖ, ഞാൻ അവിടുന്ന് സൃഷ്ടികർമ്മം നടത്തിയെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാനുള്ള ലോകത്തേക്ക് പോയി. ആ അല്ലാഹുവിന് കാതില്ല, അല്ലാഹുവിന് കണ്ണില്ല, അല്ലാഹുവിന് അവയവങ്ങളില്ല, അല്ലാഹ് പദാർത്ഥമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നമ്മളുടെ കണ്ണ് പോലെയല്ല. നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റൂ, ശബ്ദങ്ങളെ കാണാൻ പറ്റൂല. നമുക്ക് ശബ്ദങ്ങളെ കേൾക്കാൻ പറ്റൂ, വസ്തുക്കളെ കേൾക്കാൻ പറ്റൂല. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ലിമിറ്റഡ് ആണ്. അപ്പൊ രൂപങ്ങളില്ലാത്ത അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ജനിത്തിലാണ്, ടോപ്പിലാണ്. ഫസുമ്മദനാ ഫതദല്ലാ, അല്ലയോ നബിയേ, അവിടുന്ന് അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട് നബിയേ. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ,
അവിടുന്ന് അമ്പ് വില്ലോട് അടുക്കുന്നതിനേക്കാളും അടുത്തു. കാരണം അമ്പും വില്ലും അടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അടുപ്പമാണ്. ഇവിടെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അടുപ്പമല്ല. കാരണം അല്ല വസ്തുവല്ല എന്ന് പറഞ്ഞാൽ അല്ല മെറ്റീരിയൽ അല്ല, അല്ല പദാർത്ഥമല്ല. അങ്ങനെ അടുത്തു നബിയെ. ഫൗഹാ ഇലാ അബ്ദി മാ ഔഹാ. അപ്പൊ അല്ലാഹു തആല സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് നബിയെ. അറിയുമോ സഹോദരന്മാരെ, ഇവിടെ മാത്രം ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റീസ് പറയാനുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പൺ ഫോറത്തിൽ പറയുന്നതിന് സയന്റിഫിക്കായി ലിമിറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഗഹനമായി ഞാൻ കിടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി റസൂലുള്ളാഹി തങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ അസാധാരണത്വത്തിന്റെ അങ്ങേയറ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തി. ഖദ റഅ റബ്ബഹു മിൻ ഗൈരി തംസീലിൻ വലാ തഅതീൽ വലാ തശ്കീൽ. അഥവാ സൃഷ്ടികളുടെ ഒരു ഗുണവും ഇല്ലാത്ത അല്ലാഹു തആല എത്രയെന്ന ചോദ്യം സൃഷ്ടിയെക്കുറിച്ചുള്ളതാണ്, അള്ളാഹിനെ കുറിച്ചുള്ളതല്ല. എവിടെയെന്ന ചോദ്യം സൃഷ്ടിയെക്കുറിച്ചുള്ളതാണ്, അള്ളാഹിനെ കുറിച്ചുള്ളതല്ല. എങ്ങനെയെന്നത് അള്ളാഹിനെ കുറിച്ച് പറ്റൂല, സൃഷ്ടിയെക്കുറിച്ച് മാത്രമേ പറ്റൂ. എത്ര എന്ന ചോദ്യവും അള്ളാഹ്ക്ക് ബാധകമല്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ജുവൈനി തങ്ങൾ അവിടുത്തെ അഖീദ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് അൻ-നസീഹ എന്നൊരു കിതാബ് അഇമ്മത്ത് എഴുതിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുവിനെ അവിടുന്ന് കാണുന്നു. വറആഹു ഐനൻ വഫുആദൻ മർഹബാ. അത് സ്വപ്നത്തിലാണോ? അല്ല അല്ല. വമാ കദബൽ ഫുആദു മാ റആ. കണ്ടത് കണ്ണുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഖുർആനിന്റെ പ്രയോഗം കണ്ടോ, വമാ കദബൽ ഫുആദു മാ റആ. കണ്ണുകൊണ്ട് കണ്ടതിനെ കൽബ് കളവാക്കിയിട്ടില്ല. അല്ലാതെ കൽബ് കൊണ്ട് കിട്ടിയതിനെ കണ്ണ് കണ്ടു എന്നല്ല ഖുർആൻ പറഞ്ഞത്. വമാ കദബൽ ഫുആദു മാ റആ. മാത്രമല്ല ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവരുന്നു എങ്ങനെയാണ് വഹി ഇറങ്ങുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നിവേദനം, അഹ്യാനൻ മിഥല സൽസലത്തിൽ ജറസി. ചിലപ്പോൾ മണിയടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കും. ഈ മണിയടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തരുന്നത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു മണിയടിക്കുന്നത് പോലെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതിൽ നിന്ന് റീഡ് ചെയ്യുന്നതോ പരിശുദ്ധമായ ഖുർആനാണ്. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാ. ഇതുപോലെ പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി പഠിപ്പിച്ചു തരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക്, അല്ലാഹുവുമായി അറിയുന്നു, അല്ലാഹുവിനെ കാണുന്നു. അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇമാം മുസ്ലിം അത് വിശദീകരിക്കുന്നു. അങ്ങനെ കണ്ടപ്പോഴോ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവേ, നിന്നെ അടിമകളുടെ പ്രതിനിധിയായി അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് കാണാൻ വന്നതാണ് അല്ലാഹ്. നിനക്കാണ് സർവ കാണിക്കകളും കാഴ്ചകളും. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. എല്ലാം അനുഗ്രഹീതമായ കാണിക്കകളും കാഴ്ചകളും തിരുകാഴ്ചകളും നിനക്ക് സമർപ്പിക്കുന്നു റബ്ബേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ മറുപടി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ, അവിടത്തേക്ക് സർവരക്ഷാ കടാക്ഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും തങ്ങൾക്ക് പ്രതിസമ്മാനമായി നൽകുന്നു നബിയേ. അനുയായികളെ മറന്നുപോകുന്ന നേതാവല്ല. പാർലമെന്റിൽ പോകുമ്പോ മണ്ഡലം മറക്കുന്ന MP അല്ല. MLA ആയി കഴിയുമ്പോ മണ്ഡലം വിട്ടുപോകുന്ന MLA അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, നീ എനിക്ക് തന്ന രക്ഷ എനിക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് വേണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ വോട്ട് ചെയ്ത മണ്ഡലത്തിലെ മെമ്പർമാർക്കും വേണമല്ലാ. സ്വാലിഹീങ്ങൾക്ക് മുഴുവനും വേണമേ അല്ലാ.
وعلى عباد الله الصالحين. എല്ലാവർക്കും ആവശ്യമുണ്ട്. അത്തഹയ്യാത്തുൽ ഫുദൽ എന്ന തിരുകാഴ്ചകൾ അള്ളാഹുവിനെ സമർപ്പിച്ചു കഴിയുമ്പോ അള്ളാഹു തആല അവിടുന്ന് ഇദാ ഹുയ്യിതും ബിതഹയ്യത്തിൻ, നിങ്ങളോടൊരു അഭിവാദ്യം നൽകിയാൽ അതിനേക്കാൾ മനോഹരമായ പ്രത്യഭിവാദ്യം നൽകണമെന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ച അള്ളാഹു തആല അതിനേക്കാൾ മനോഹരമായ പ്രത്യഭിവാദ്യമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ യാത്രയോ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന യാത്രയല്ല. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ഉയരുമ്പോൾ ഇവിടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു, ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നു, അപകടകരമായ മൂല്യവിന്യാസം നടക്കുന്നു. എന്താണ് ഈ അപകടകരമായ മൂല്യവിന്യാസം? കഴിഞ്ഞലക്കം സയൻസ് ഡൈജസ്റ്റ് പരിശോധിക്കുക. നമ്മുടെ വീട്ടിലുള്ള LCD ടെലിവിഷൻ വർക്ക് ചെയ്യുമ്പോൾ NF3 എന്ന മൂലകം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ NF3 എന്ന മൂലകം ഓസോൺ പാളിക്ക് കേടുവരുത്തുന്നു. ഓസോൺ പാളിക്ക് കേടുവന്നാൽ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് മനുഷ്യനിലേക്ക് പതിക്കുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ ആഗോള താപനമുണ്ടാകുന്നു. ആണവ കരാറിനേക്കാളും വലിയ അപകടം ഈ NF3 ഉൽപാദനത്തിലൂടെ ഉണ്ടെന്ന് സയൻസ് പഠിപ്പിക്കുമ്പോ ഇവിടെ വിമാനം ഉയരുമ്പോ അന്തരീക്ഷ മലിനീകരണമുണ്ട്, അപകടകരമായ മൂല്യവിന്യാസമുണ്ട്, അതിലേറെ വലിയ ശബ്ദ മലിനീകരണമുണ്ട്. ഒരു കാർ റോഡിലൂടെ പോകുമ്പോ ഒരുപാട് അപകടങ്ങൾ അന്തരീക്ഷത്തിന് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് എല്ലാ യാത്രയും നടത്തുമ്പോ ഒരു കാർബൺ ഡൈ ഓക്സൈഡും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, ഒരു ഓക്സിജനും ഇല്ലായ്മ ചെയ്യപ്പെടുന്നില്ല, ഒരു ന്യൂട്രജനും നൈട്രജനും ഉണ്ടാക്കപ്പെടുന്നില്ല, ഒരു ഫോസ്ഫറസും ഉണ്ടാകുന്നില്ല. എല്ലാത്തിൽ നിന്നും വിമുക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര. അതാണ് ഖുർആൻ പറയുന്നത് തർക്കബുന്ന തബഖൻ അൻ തബഖു. നബിയേ, അവിടുന്ന് ആകാശത്തിന്റെ ഓരോ സ്ഫിയറുകളെയും മണ്ഡലങ്ങളെയും അവിടുന്ന് കടന്നില്ലയോ നബിയോ? ആ യാത്രയിൽ ഒരു സമ്മാനം കൊടുക്കുന്നു. അവിടുന്ന് നമ്മുടെ മദ്രസയിലെ കലാസാഹിത്യ മത്സരത്തിൽ സമ്മാനം കൊടുക്കാൻ MLA വിളിക്കുന്നു. അതേ സമയത്ത് പത്മശ്രീ കൊടുക്കാൻ പ്രസിഡന്റിനെ വിളിക്കുന്നു. ലോകത്തിന് മുഴുവനുമുള്ള സമ്മാനം കൊടുക്കുവാൻ അല്ലാഹു തന്നെ തയ്യാറാകുന്നു. അത് സ്വീകരിക്കാനോ ലോക ജനതയുടെ മുഴുവനും പ്രതിനിധിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോക ജനതയുടെ മുഴുവൻ പ്രതിനിധി നബിയാണെന്ന് ആര് പറഞ്ഞു? യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഓ യാസീനായ നബിയേ, അവിടുന്ന് പ്രവാചകൻ തന്നെ. അതിന് മറ്റൊരു തഫ്സീർ മുഫസ്സിറുകൾ പറയുന്നു യാ ഇൻസാൻ, അല്ലയോ മനുഷ്യകുലമേ. ഈ രണ്ട് തഫ്സീറും കൂടെ ജംഅ ചെയ്ത മുഫസ്സിറുകൾ പറയുന്നു മനുഷ്യ ലോകത്തിന് മുഴുവനുമുള്ള സമ്മാനം, യാ ഇൻസാനിനുള്ള സമ്മാനം അവരുടെ നേതാവായ യാസീന് കൊടുത്താൽ മതി, എല്ലാവർക്കും എത്തുമല്ലോ. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനുമുള്ള റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുസ്തഫ ജാന റഹ്മത്ത് ഫലാക്കോ സലാം, ശംഅ ബസുമേ ഹിദായത്ത് ഫലാക്കോ സലാം. അവിടുന്ന് ഹിദായത്തിന്റെ കേന്ദ്രമാണ്, റഹ്മത്തിന്റെ ജീവനാണ്, കാരുണ്യത്തിന്റെ ആത്മാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നു 50 നേരത്തെ നിസ്കാരവും വാങ്ങി സന്തോഷത്തോടെ ഭൂമിയിലേക്ക് വരാൻ ഒരുമ്പെടുമ്പോഴാണ് വഴിയിൽ വെച്ചുകൊണ്ട് വിളിക്കുന്നു യാ മുഹമ്മദ്. അല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അള്ളാഹുമായി ലിഖാ കഴിഞ്ഞില്ലയോ? എന്തേ സമ്മാനം കിട്ടിയത്? 50 വഖത്ത് നിസ്കാരമാണ് മൂസാ നബിയെ. അത് നിങ്ങളുടെ ഉമ്മത്തിന് കഴിയില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന നിവേദനമാണ് ഞാൻ വായിക്കുന്നത്. അവിടുന്ന് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹിനോടൊരു ആനുകൂല്യം തേടണേ. 50 നഹ്വൽ 50 ഹത്താ ഹുദ്ദിദാ ബൈനൽ കലീമി വർ റഹീമി തറദ്ദദാ. കലീം
കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെയും റഹീമായ അല്ലാഹുവിന്റെയും ഇടയിൽ 9 തവണ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി വരുന്നു. 50 നഹവൽ ഖംസി ഹത്താ ഹുദ്ദിദാ. അങ്ങനെ 50 വഖത്ത് 5 വഖത്തായി ചുരുക്കുന്നു. ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം എന്ന വഫാത്തായ നബിയുടെ സഹായം സ്വീകരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നമോ, ഇതേ മൂസാ നബി അതാ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലുള്ള ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നു. അപ്പൊ ഖബറിൽ നിന്ന് നിസ്കരിച്ച മൂസാ നബി ഇത്രയും കിലോമീറ്റർ ദൂരമുള്ള ആകാശമണ്ഡലത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതുകൊണ്ടാണ് അമ്പിയാക്കന്മാര് അസാധാരണക്കാരാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പല വിഷയങ്ങളും ചോദിക്കുമ്പോൾ അതിന്റെ വളരെ ഗഹനമായ തലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. നബിയേ, അവിടുന്ന് ഹിലാലിനെ കുറിച്ച് ചോദിക്കാൻ വരുമ്പോൾ മാസപ്പിറവി പ്രശ്നമില്ലാതിരിക്കാനാണെന്ന് പറയുമെന്ന് ഖുർആനിലൂടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾ അവിടുന്ന് നോമ്പനുഷ്ഠിക്കുക, കാണുമ്പോൾ നിങ്ങൾ നോമ്പ് മുറിക്കുക. അതേ സമയത്തോ ഇന്നൂമിയലൈക്കും, നിങ്ങളുടെ മേലെ അവിടുന്ന് മേഘം മൂടിയാൽ ഫക്മിലു ഇദ്ദത സലാസീൻ, അപ്പൊ നിങ്ങൾ 30 ആക്കിക്കോളൂ. കാരണം അറബ് മാസം 28 അല്ല 31 അല്ല എന്ന് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരായ സ്വഹാബത്തിന് വേണ്ട വിഷയം പറഞ്ഞു കൊടുത്തു. അതേ സമയത്തോ മറ്റൊരു സ്ഥലത്ത് കാണാം, യസ്അലൂനക അനിർ റൂഹ്. നബിയെ, ആത്മാവിനെ കുറിച്ച് ചോദിക്കുമ്പോ തങ്ങൾ പറയേണ്ടത് എന്താണ്? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അത് ഗവേഷണത്തിന് പറ്റിയ വിഷയമല്ല. അത് മൈക്രോസ്കോപ്പിലൂടെയോ ടെലസ്കോപ്പിലൂടെയോ സ്റ്റെതസ്കോപ്പിലൂടെയോ സ്കാനിങ്ങിലൂടെയോ എക്സ്റേയിലൂടെയോ CT സ്കാനിലൂടെയോ മറ്റേതെങ്കിലും ഒന്നിലൂടെ കിട്ടുന്നതല്ല എന്ന് പറയണം നബിയേ. യസ്അലൂനക അനിർ റൂഹ്. അതേ സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് 2 മറുപടിയും പറഞ്ഞിട്ടുണ്ട്. യസ്അലൂനക അനിൽ മഹീളി, ഹൈലുകാരിയെ കുറിച്ച് ചോദിക്കും. അപ്പൊ ചോദിക്കുന്ന ഹൈലുകാരുടെ ഹൈലിന്റെ ഒറിജിൻ എന്താണെന്നല്ല, അവളുമായി കൂടാൻ പറ്റുമോ എന്നാണ്. അത് പറ്റില്ല മോനെ എന്ന് പറഞ്ഞു കൊടുക്കണം, അത് അതെയാണെന്ന് പറയണമെന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെയുള്ള ഒരു പെണ്ണ് തന്നെ വന്ന് ചോദിക്കുന്നു, നബിയെ ബ്ലീഡിംഗ് ഉണ്ട് നബിയെ, മോളെ പഞ്ഞു വെക്ക് മോളെ. അല്പം അവിടം പറയുന്നു, ആ പഞ്ഞു കൊണ്ട് നിൽക്കില്ല നബിയെ, എന്നാലൊരു ബാൻഡേഡ് കിട്ടുമോളെ, എന്നാലും നിൽക്കില്ല നബിയെ, എന്നാ നല്ലൊരു തുണി ഉപയോഗിച്ച് കെട്ടുമോളെ, എന്നാലും നിൽക്കില്ല നബിയേ. ഞാൻ നിസ്കരിക്കണോ നബിയേ? മോളെ, അത് മെൻസസിന്റെ പീരീഡ് കഴിഞ്ഞിട്ടും വന്നാൽ അത് മെൻസസിന്റെ ഭാഗമല്ല, അത് രോഗത്തിന്റെ കാരണമായ ബ്ലീഡിംഗ് ആണ്, നീ നിസ്കരിച്ചോ എന്ന് മെഡിക്കൽ സയൻസിന്റെ വളരെയേറെ ഡീപ്പായ പാഠങ്ങൾ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഗവേഷണം നടത്തണ്ട. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അത് അല്ലാഹുവിന്റെ പരമാധികാരമുള്ള വിഷയമാണ്, അല്ലാതെ താൽക്കാലിക അധികാരം പോലും നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് ഖുർആൻ അവിടുന്ന് പറയുന്നു. അപ്പോൾ ആ ആത്മാവുകളുടെ സഞ്ചാരം എങ്ങനെ? ഇതറിയാത്ത ചില ആളുകളാണ് മരണപ്പെട്ടവർ സഹായിക്കില്ല എന്ന് പറയുന്നത്. മരണപ്പെട്ടവർ സഹായിക്കൂല എന്ന് പറയുന്ന ആളുകൾ 50 വഖ്ത് നിസ്കരിക്കണം. കാരണം എന്താ? മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹായം കൊണ്ടാണ് ഈ 50 വഖ്ത് നിസ്കാരം 5 ആയി ചുരുങ്ങിയത്. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ അവിടെ എത്തി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ എങ്ങനെ നിസ്കരിച്ചു? ആ ഖബറിൽ നിസ്കരിക്കുന്ന മൂസാ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കണ്ടു? ഇതെല്ലാം പുത്തൻവാദികൾക്ക് അപകടമുള്ള ചോദ്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളമോ അങ്ങനത്തെ ഒന്നും വിഷയമില്ല. കാരണം എന്താ? നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട്. ആര്യാർക്ക് നെഞ്ചുവേദന പിടിച്ചു, തൊട്ടടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു, പറഞ്ഞു ബ്ലോക്കാണ്. വിശ്വസിക്കുക തന്നെ. എന്ത് ബ്ലോക്ക്? വഴിയിലെ ബ്ലോക്കാണെങ്കിൽ കാണാം, ആർട്ടിലെ ബ്ലോക്കാണ്. പിറ്റേന്ന് പറഞ്ഞു 1 ലക്ഷം രൂപ വേണം. റൂമിൽ കടത്തി, എന്തോ ചില കസർത്ത് കാണിച്ചു, ബ്ലോക്ക് നീങ്ങി. ആമന്ന സല്ലംന. ലക്ഷങ്ങൾ ചെലവാക്കി എഴുത്തിക്കാത് ചെയ്യുന്നു. എന്റെ നെഞ്ചത്തൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിലീസ് ചെയ്തു, എന്റെ രോഗം മാറി. ഇതൊക്കെ വിശ്വസിക്കുന്ന മറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസമാണ്. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വാസത്തിൽ ലക്ഷങ്ങൾ മുടക്കുകയും ചെയ്യുന്നു. ആരറിഞ്ഞു ഇനി വായു കയറിയതും
ഒരു ഗുളിക തന്നപ്പോൾ അതങ്ങ് മാറുകയും ചെയ്തതാണ്. ബ്ലോക്ക് ഇല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? അല്ലാഹു അഅലം.